ഹിന്ദി പഠിക്കാം. മുമ്പത്തെ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ക കെ കി ഇന്ത്യയുടെ എന്നാണ്, രാം ക രാമന്റെ, മേം പ്ലസ് ക മേര. ഇവൻ എന്നതിന് ഹിന്ദിയിൽ ഏഹ് എന്നാണ് പറയുക. ഇവന്റെ എന്നതിന് എഹ്ക എന്ന് പറയില്ല. മേ പ്ലസ് ക മേര എന്ന് പറഞ്ഞതുപോലെ എ പ്ലസ് ക നമ്മൾ ഇസ്ക എന്നാണ് പറയുക. അതായത് ഇവന്റെ വീട് എന്ന് പറയാൻ ഇസ്കാഗർ, ഇവന്റെ വീട്. അതേപോലെ പെൺകുട്ടി സ്ത്രീലിംഗമാണെങ്കിൽ ഇസ്കി കാർ. കാറിന് സ്ത്രീലിംഗമായിട്ടാണ് ഹിന്ദി കാണുന്നത്. ഇസ്കാ ബേട്ട, ഇവന്റെ മകൻ എന്ന് പറയും. ഇസ്കി ബേട്ടി എന്ന് പറയും. അതുപോലെ കപ്പടെ ബഹുവചനമായതുകൊണ്ട് ഇസ്കേ കപ്പടെ. അപ്പൊ പുല്ലിംഗത്തിന് ഇസ്ക, സ്ത്രീലിംഗത്തിന് ഇസ്കി, ഒന്നിൽ കൂടുതൽ വരുവാണെങ്കിൽ ഇസ്കി. തും പ്ലസ് ക, തുംക എന്നല്ല പറയാ, തുമാര, തുമാരി, തുമാരെ. അത് ആൺകുട്ടിയാണ്, പുരുഷനാണ്. പുല്ലിംഗമാണെങ്കിൽ തുമാര ബേട്ട എന്ന് പറയും, ബേട്ട മകനായതുകൊണ്ട്. സ്ത്രീലിംഗമാണ്, ബേട്ടി മകളായതുകൊണ്ട് തുമാരി ബേട്ടി എന്ന് പറയും. ബഹുവചനം കപ്പടെ ജൂത്തെ എന്നൊക്കെ ആണെങ്കിൽ തുമാരെ കപ്പടെ, തുമാരെ ജൂത്തെ എന്ന് പറയും. ഇനി വേ പ്ലസ് ക, വേ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവർ, അദ്ദേഹം എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ അദ്ദേഹം എന്നുള്ള ഒരു വാക്ക് പറയുമ്പോഴും നമ്മൾ വേ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ വേ പ്ലസ് ക ഉൻക എന്നാണ് പറയാ. എങ്ങനെയാണോ നമ്മൾ വേ പ്ലസ് ക ഉസ്ക എന്ന് പറഞ്ഞത്, അതുപോലെ വേ പ്ലസ് ക ഉൻക. ഉദാഹരണത്തിന് ബേട്ട എന്നാണെങ്കിൽ ഉൻക ബേട്ട, മകൻ ആണായതുകൊണ്ട്, പുല്ലിംഗമായതുകൊണ്ട്. ബേട്ടി ആണെങ്കിൽ ഉൻകി ബേട്ടി, മകൾ, ബേട്ടി മകൾ, സ്ത്രീലിംഗമായതുകൊണ്ട്. കപ്പടെ എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ, അപ്പൊ എന്ത് പറയും? ബഹുവചനമായതുകൊണ്ട് ഉൻകെ എന്ന് പറയും.